നമസ്കാരം, ഹെർബൽ വണ്ടേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ലക്ഷ്മി മോഹൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കൗമാരത്തിലെ ആർത്തവം, അമ്മമാരറിയേണ്ട കാര്യങ്ങളെ പറ്റിയാണ്. പെൺകുട്ടികൾ കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ അവരുടെ ശാരീരിക മാറ്റങ്ങളെ അതിനേക്കാൾ കൂടുതൽ ആശങ്കപ്പെടുന്നത് മാതാപിതാക്കളാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ ആർത്തവം, മെനാർക്കി എന്ന് പറയും. അതെങ്ങനെ സമീപിക്കണം, എന്തൊക്കെ പറഞ്ഞു കൊടുക്കണം എന്ന് പലർക്കും അറിയില്ല. ആർത്തവം ഒരു രോഗമല്ല, മറിച്ച് പ്രകൃതിയുടെ ഒരു സ്വാഭാവിക പ്രക്രിയയാണെന്ന് കുട്ടികളെയും മാതാപിതാക്കളെയും ബോധവത്കരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ മാതാപിതാക്കൾക്കുള്ള പ്രധാന നിർദ്ദേശങ്ങൾ പറയാം. ആദ്യമേ പറഞ്ഞു കൊടുക്കണം, ആർത്തവം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതെന്താണ് എന്ന് കുട്ടികൾക്ക് ലളിതമായിട്ട് പറഞ്ഞു കൊടുക്കണം. ആർത്തവം തുടങ്ങുമ്പോൾ കുട്ടി പരിഭ്രമിക്കാതിരിക്കാനായിട്ട് അത് വളരെയധികം സഹായിക്കും. ഒളിച്ചു വെക്കേണ്ട ഒന്നല്ല എന്നുള്ളത്, ഇതൊരു രഹസ്യമായ കാര്യമാണെന്നുള്ള മട്ടിൽ പെരുമാറരുത്. ശുചിത്വമാണ് ഏറ്റവും പ്രധാനമെന്ന് ബോധ്യപ്പെടുത്തുക. പേടിപ്പിക്കാൻ പാടില്ല. പിന്നെ പുറത്തു പോകരുത്, ഇനി തുടരുത് തുടങ്ങിയ അനാവശ്യ വിലക്കുകളൊന്നും കൊടുക്കാതിരിക്കുക. ഇത് കുട്ടികളിൽ ആർത്തവത്തോടുള്ള വെറുപ്പും പേടിയും ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക പ്രധാനമായിട്ടും. പിന്നെ സൈക്കോളജിക്കലായിട്ടുള്ള സപ്പോർട്ട്, ഇമോഷണൽ സപ്പോർട്ട്. ഈ പ്രായത്തിൽ ഹോർമോൺ മാറ്റങ്ങൾ കാരണം പെൺകുട്ടികളിൽ മൂഡ് സ്വിങ്സ്, ദേഷ്യം, സങ്കടം ഇവയൊക്കെ ഇങ്ങനെ പീക്കിൽ നിൽക്കുന്ന ഒരു സമയമായിരിക്കും. കാരണം ഹോർമോൺസിൻ്റെ ഒരു കൂടിയും കുറഞ്ഞും ഒക്കെ നിൽക്കുന്ന ഒരവസ്ഥയാണല്ലോ. അതുകൊണ്ട് അപ്പോൾ അവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. കുട്ടിക്ക് ആ ദിവസങ്ങളിൽ ശാരീരികമായിട്ടുള്ള വേദനയോ മാനസികമായിട്ടുള്ള അസ്വസ്ഥതയോ ഉണ്ടെങ്കിൽ അത് കേൾക്കാനായിട്ട് പേരൻസ് സമയം കണ്ടെത്തിയേ പറ്റൂ. ആ സമയത്താണ്, ഈ ഒരു മെനാർക്കി സ്റ്റേജിലാണ് കുട്ടികളെ വളരെയധികം ഇമോഷണലി നിങ്ങൾ കെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു കെയർ നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടിയാൽ, ആ ഒരു കോസി അറ്റ്മോസ്ഫിയർ വീട്ടിൽ നിന്ന് കിട്ടിയാൽ അവർ പുറമേക്കുള്ള പല ചതിക്കുഴികളിലും പോയി വീഴാതെ രക്ഷപ്പെടും. പിന്നെ സംസാരിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക. അവരുടെ ആശങ്കകൾ എന്തൊക്കെയാണ്, അവർക്ക് എന്താ ബുദ്ധിമുട്ടുകളുള്ളതെന്നൊക്കെ ചോദിച്ചറിയാൻ ശ്രമിക്കുക. ആർത്തവ സംബന്ധമായിട്ടുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അത് മടിയില്ലാതെ ചോദിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടാക്കി കൊടുക്കുക. അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുക. ഇത് വളർച്ചയുടെ ആരോഗ്യത്തിൻ്റെ അടയാളമാണ്, അതിൽ നാണക്കേടില്ല എന്ന് കുട്ടിക്ക് നല്ല ഉറപ്പ് കൊടുക്കുക. ഇനി ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. കൗമാരത്തിലെ ആർത്തവ ക്രമക്കേടുകൾ പലതും വരുന്നത് തെറ്റായ ഭക്ഷണശീലം കൊണ്ടിട്ടാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് വേണ്ടത് എന്താണ്? പോഷകാഹാരമാണ്. മെയിൻലി ഇരുമ്പ് സത്തടങ്ങിയ പഴങ്ങൾ, പച്ചക്കറികൾ, അങ്ങനെ ഉള്ള നല്ല ഭക്ഷണങ്ങൾ വേണം ഉൾപ്പെടുത്താനായിട്ട്. അമിതമായി ജങ്ക് ഫുഡ് കഴിക്കുന്ന ഒരു പ്രവണത ഈ ഒരു പീരീഡ് ഓഫ് ടൈമിൽ കുട്ടികൾക്ക് കൂടുതലാണിപ്പോൾ. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഒഴിവാക്കുകയും പഞ്ചസാര ഒഴിവാക്കുകയും പാം ഓയിൽ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. അതായത് സീഡ് ഓയിൽസ് വളരെ ഡേഞ്ചറസ് ഫോർ ഹെൽത്താണ്. എസ്പെഷ്യലി കുട്ടികൾക്കാണ് ഇത് മിക്കവാറും ഐറ്റംസിലെല്ലാം തന്നെ, മിക്കവാറും നല്ല 100% ഓഫ് ഐറ്റംസിലും ഇത് തന്നെയാണ് ഉണ്ടാവുക. അപ്പം ഒന്നെങ്കിൽ സീഡ് ഓയിൽ കാണും, അല്ലെന്നുണ്ടെങ്കിൽ ഷുഗർ കാണും, പിന്നെ ഇതിൻ്റെ എല്ലാം കൂടെ മറ്റ് കെമിക്കൽ ഐറ്റംസും കാണും. ഇത് ഈ വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് അവരുടെ ഒരു തലമുറയെ തന്നെയാണ് ഇല്ലാതാക്കി കളയുന്നത്. അടുത്തൊരു തലമുറയ്ക്ക് തന്നെ ഒരു വൈകല്യം ഉണ്ടാക്കുകയാണ് ഇവരിലേക്ക് കഴിച്ച്. അവർക്കും അസുഖം വരുന്നു. മറ്റുള്ള ഇൻഫെർട്ടിലിറ്റി പോലുള്ള അതിമാരകമായ പ്രശ്നങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഒരു ഔട്ട്കമായിട്ട് വരാൻ പോകുന്നത്, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം. അപ്പോൾ പിന്നെ മരുന്നുകൾ ആർത്തവം കൃത്യമല്ലാത്ത അവസ്ഥയിൽ ഇപ്പോൾ തുടക്കത്തിലൊക്കെ കുട്ടികൾക്ക് കുറച്ച് ലാഗൊക്കെ കാണും. പക്ഷേ തുടർച്ചയായിട്ട് അങ്ങനെ ലാഗ് ചെയ്തൊക്കെയാണ് വരുന്നതെങ്കിൽ അത് ആർത്തവം നമുക്ക് ചികിത്സിച്ച് ക്രമമാക്കാം. അപ്പോൾ അതിനുള്ള മെഡിസിൻസ് എടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു സങ്കോചം കൂടാതെ ഡോക്ടറെ കാണാനും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുക. മക്കളെ ഈ ഒരു സമയത്ത് സുഹൃത്തുക്കളെ പോലെ കാണണം. അപ്പോൾ ആർത്തവത്തെക്കുറിച്ചുള്ള അവരുടെ അറിവ്, അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. നിങ്ങളുടെ മക്കൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ സഹായം കൂടെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ സഹായം എടുക്കാൻ നിങ്ങൾ മടിക്കരുത്. ഇനി മാതാപിതാക്കൾക്ക് കൊടുക്കാവുന്ന ചില ടിപ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒരു പീരിയഡ് കിറ്റ് തയ്യാറാക്കി വെക്കണം. അതിൽ നാപ്കിന്, ക്ലീനിങ് സാധനങ്ങൾ, ഒരു ചെറിയ എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം, ഒരു ഹെൽത്തി ചോക്ലേറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ, നല്ല ഡാർക്ക് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കൊച്ചു പീസ് അവർക്ക് വളരെ അട്രാക്റ്റീവായിട്ട് കൊണ്ടുവയ്ക്കാം. അത് കുട്ടിയുടെ ബാഗിൽ വയ്ക്കുക. അപ്പോൾ അതൊക്കെ ഒരു ആത്മവിശ്വാസം കൊടുക്കുന്നതാണ്. പിന്നെ സ്കൂളിൽ പറയാൻ പഠിക്കണം. തനിക്ക് ആവശ്യമാണെങ്കിൽ സഹായം തേടാൻ അധ്യാപകരോട് പറയാനായിട്ട് മടി കാണിക്കരുത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. പലപ്പോഴും ആർത്തവ സമയത്ത് പെൺകുട്ടികൾക്കുണ്ടാകുന്ന വയറുവേദന
ഇതൊക്കെ സ്വാഭാവികമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത് കേട്ടോ. അത് എൻഡോമെട്രിയോസിസ് പോലുള്ള രോഗങ്ങളുടെ ലക്ഷണമാണോ എന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ അത് കൊച്ചു പ്രായത്തിലേ തന്നെ നോക്കി അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് അതിനെ ഹീൽ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഡോക്ടറുടെ ചികിത്സ, ഡോക്ടറുടെ സഹായം തേടാൻ വേണ്ടിയിട്ട് പേരൻസ് മടിക്കാൻ പാടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ പെൺകുട്ടികളുടെ അമ്മമാർക്ക് വലിയൊരു ആശ്വാസമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരുടെ സംശയങ്ങൾ തീർക്കാനും കുഞ്ഞുങ്ങളുമായി കൂടുതൽ അടുക്കാനും ഒക്കെ സഹായകമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ടും ചോദിക്കാം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.